എം ടി അതിനെ അതിജീവിക്കുക എന്നുള്ളതല്ല, അതിനെ എം ടി കണ്ടിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ തൻ്റെ വഴി അതല്ല എന്നുള്ള ഒരു വലിയ ബോധ്യം എം ടിക്കുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാക്കനാട് തുടങ്ങിയ ആളുകളൊക്കെ അന്ന് മലയാള സാഹിത്യത്തിന് അപരിചിതമായിരുന്ന വലിയ വിക്ഷോഭകരമായ നാഗരികാനുഭവങ്ങളോട് പ്രതികരിച്ച ആളുകളാണ്. ഇവർ പലരും ഡൽഹി പോലുള്ള വലിയ മഹാനഗരങ്ങളിൽ ജീവിച്ചിരുന്നവരാണ്. എം ടിയോടൊപ്പം എഴുതി തുടങ്ങിയ ഏതാണ്ട് എം ടിയുടെ ഭാവുകത്വത്തിൻ്റെ രീതിയിൽ എഴുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന ആളാണ് മാധവിക്കുട്ടി. ഏതാണ്ട് സമപ്രായക്കാരിയാണ്, ഏതാണ്ട് അടുത്ത നാട്ടുകാരാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും മാധവിക്കുട്ടി കൗമാരം മുതൽ, ബാല്യം മുതൽ ജീവിച്ചത് കൽക്കത്ത പോലെയുള്ള വലിയ മഹാനഗരങ്ങളിലാണ്. വിവാഹിതയായതിനു ശേഷവും ബോംബെയിലും കൽക്കത്തയിലും ഡൽഹിയിലും ഒക്കെ ആയിട്ടാണ് കഴിഞ്ഞത്. അപ്പോൾ ഈ നാഗരികാനുഭവം അവരുടെ ഈ 50കളുടെ ആദ്യ വർഷങ്ങളിൽ എഴുതിയ കഥകളിൽ നിന്ന് വളരെ ഭിന്നമായ കഥകൾ എഴുതാൻ അവർക്ക് പശ്ചാത്തലം ഉണ്ടാക്കി കൊടുത്തു. അത് അങ്ങനെ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം മലയാള ചെറുകഥയിലെയും നോവൽ മാധവിക്കുട്ടിയുടെ കാര്യത്തിൽ കൂട്ടേണ്ടതില്ല. മലയാള ചെറുകഥയിലെ ആധുനികതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കാക്കനാടൻ്റെയും എം പി നാരായണപിള്ളയുടെയും കൂടെയാണ് മാധവിക്കുട്ടിയെ നമ്മൾ കൂട്ടാറുള്ളത്. മറിച്ച് മാധവിക്കുട്ടി എഴുതി തുടങ്ങിയ കാലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ നേരത്തെയാണ്. അവർ എം ടിയുടെയും പത്മനാഭൻ്റെയും കോവിലിൻ്റെയും ഒക്കെ കൂടെ എഴുതി തുടങ്ങിയ ആളാണ്. അപ്പോൾ അവിടെ എം ടി ഇക്കാര്യത്തിലെല്ലാം ചെയ്ത ഒരു കാര്യം, നല്ല വായനക്കാരനായതുകൊണ്ടും പത്രാധിപരായിരുന്നതുകൊണ്ടും ഒക്കെ പുതിയ ട്രെൻഡുകൾ അദ്ദേഹത്തിന് മനസ്സിലാകുമായിരുന്നു. പക്ഷെ അതിനൊപ്പം പോകാൻ പുള്ളി തീരെ മനസ്സിലാക്കിയോ അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ സ്വാംശീകരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ വഴിക്ക് അങ്ങ് പൊയ്ക്കളയാം എന്നുള്ള ഒരു ചിന്ത ഒരിക്കലും ഉണ്ടായിട്ടില്ല. തനിക്കുറപ്പുള്ള തൻ്റെ തട്ടകത്തിലൂടെ നടക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. എന്നാൽ രചനാപരമായ പുതുമകളൊക്കെ പരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ മഞ്ഞ്, അന്നത്തെ നിലയിൽ മഞ്ഞിനൊരു പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഒരു ബോധധാര ഛായയുണ്ട് അതിന്. പിന്നെ അതുപോലെ വളരെ ഭാവാത്മകമായിട്ട് ഒതുക്കി എഴുതുന്ന ഒരു രീതി. അതുപോലെ നായക സങ്കല്പത്തിൽ എപ്പോഴും എം ടിയുടെ കാര്യത്തിൽ ഒരു മോഡേണിസ്റ്റ് നായകൻ്റെ ഒരു തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ഒരാളെ പോലെയാണ് തോന്നുന്നത്. എപ്പോഴും ഒരു അരാജക പ്രവണമായ ഒരു സ്വഭാവം ആ നായകന്മാർക്കുണ്ട്. അത് എം ടിയുടെ പല കഥകളിലും നമുക്ക് കാണാൻ കഴിയും, അതുപോലെ നോവലുകളിലും നമുക്ക് കാണാൻ കഴിയും. ഇവരാരും തന്നെ സമൂഹത്തിൻ്റെ ഒരു പൊതു രീതിക്കിണങ്ങിയ മട്ടിൽ ജീവിക്കുന്നവരല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. മോഡേണിസ്റ്റ് സാഹിത്യത്തിലെ ഒരു വലിയ പ്രത്യേകത സമൂഹത്തിൻ്റെ ചിരന്തനമായ നിലനിന്നു പോരുന്ന മൂല്യങ്ങളെ അത് വലിയ തോതിൽ അതിനെ നേരിടുന്നു, അതിനോട് പോരാടുന്നു, അതിനെ തള്ളിക്കളയുന്നു, അതിനെ നിരാകരിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളത്. കാക്കനാടൻ്റെ ഒക്കെ കഥകളിലെല്ലാം തനി സമൂഹത്തെ തള്ളിക്കളയുന്ന, ഞാൻ ചെയ്യുന്ന അരാജക പ്രവണമായ ഈ ജീവിതമാണ് ശരി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു അസ്തിത്വത്തിൻ്റെതായ തൻ്റെ ശരിയാണ് ശരി, അല്ലാതെ ലോകത്തിൻ്റെ ശരിയല്ല ശരി എന്നുള്ള വ്യക്തിവാദപരമായ ഒരു സമീപനം അവയിലൊക്കെ ഉണ്ട്. അത്തരം അംശങ്ങൾ എം ടിയിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ മൊത്തം അദ്ദേഹത്തിൻ്റെ രചനകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രമേയപരവും അതിൻ്റെ രൂപപരവും അദ്ദേഹം സാങ്കേതികമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന രീതികളും അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ ശരിക്കും ഈ ആധുനികരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ പെടുത്താനും പ്രയാസമുണ്ട്. എം ടി മാത്രമല്ല, ഈ 1968 വരെ എൻ വി കൃഷ്ണവാര്യർ ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായിട്ടുണ്ടായിരുന്നു. എങ്കിലും കഥയും നോവലിൻ്റെ കാര്യത്തിൽ അവസാന തീരുമാനം എടുക്കുന്നത് എൻ വി ആയിരുന്നു. പക്ഷേ കഥയുടെ കാര്യത്തിൽ കഥകൾ പരിശോധിക്കുകയും പ്രസിദ്ധീകരിക്കാൻ യോഗ്യമായത് തിരഞ്ഞെടുത്ത് എൻ വിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ആ ജോലി പൂർണ്ണമായിട്ടും എം ടിയെ ഏൽപ്പിച്ചിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. എം ടി തിരഞ്ഞെടുത്ത് കൊടുക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും എൻ വി അതിലെന്തെങ്കിലും ഇടപെടൽ നടത്താറുമില്ലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്നാലും ഇവർ രണ്ടുപേർക്കും ഒരു പ്രത്യേകതയുണ്ട്. വലിയ പാരമ്പര്യനിഷ്ഠമായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ആളാണെങ്കിലും മലയാള കവിതയിലെ മോഡേണിസത്തിൻ്റെ തുടക്കം എൻ വിയിൽ തുടങ്ങുന്നു എന്നുള്ള പ്രബലമായ ഒരു അഭിപ്രായമുണ്ട്. ഇപ്പോൾ മദ്രാശിയിൽ ഒരു സായാഹ്നം പോലെയുള്ള കവിതകളിലെ കൊച്ചുതൊമ്മൻ, ഇതൊക്കെ മലയാളത്തിലെ ആധുനിക കവിതയുടെ തുടക്കം കുറിച്ച രചനകൾ. അപ്പോൾ അയ്യപ്പ പണിക്കരുടെയൊക്കെ തൊട്ട് മുമ്പുള്ള അതിനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച ആളായിട്ട് കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പുതിയ മാറ്റത്തെ കൊണ്ടുവന്നതിൽ എം ടിക്ക് മാത്രമല്ല എൻ വിക്ക് ഒരു റോളുണ്ട്. പക്ഷേ എൻ വി എന്നുള്ള കുറച്ചുകൂടി പാരമ്പര്യത്തോട് ഒരു ദൃഢബദ്ധതയുണ്ടായിരുന്നു. എം ടി കുറച്ചുകൂടി പുതുമയുടെ പക്ഷത്ത് നിന്നിരുന്ന ആളാണ്.
അത് അദ്ദേഹം 60കളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലുണ്ടായിരുന്നു. പിന്നീട് 70കളിൽ അദ്ദേഹം പൂർണ്ണ പത്രാധിപരായിരുന്ന കാലത്തും ഇപ്പോൾ മേതിൽ രാധാകൃഷ്ണൻ്റെ സൂര്യവംശം മാതൃഭൂമി സീരിയലൈസ് ചെയ്തതാണ്. അപ്പോൾ അത് അത്തരം കൃതികളൊക്കെ ഖണ്ഡച്ച പ്രസിദ്ധീകരിക്കുമ്പോൾ അത് പ്രസിദ്ധീകരണത്തിൻ്റെ പ്രചാരത്തെ പോലും ബാധിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം അതൊന്നും സാധാരണ വായനക്കാർക്ക് തുടർക്കഥയായിട്ട് വായിക്കാൻ പറ്റിയ സംഗതികളല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കോവിലൻ്റെ തോറ്റങ്ങൾ, ഹിമാലയം ഇതൊക്കെ സീരിയലൈസ് ചെയ്തതാണ്. അപ്പോൾ അതൊന്നും ഒരു സാധാരണ വായനക്കാർക്ക് ഒരു കഥ വായിച്ചു പോകുന്ന രസത്തിൽ വായിച്ചു പോകാവുന്നതല്ല. വളരെ സങ്കീർണമായ രചനകളാണ്. പക്ഷേ അതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു താല്പര്യം എം ടി കാണിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പം നിർമ്മൽ കുമാറിൻ്റെ കഥകളൊക്കെ 70കളുടെ തുടക്കത്തിൽ ആണ് വരുന്നത്. അതിനെയെല്ലാം വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇതൊന്നുമല്ല തൻ്റെ വഴി എന്നൊരു തിരിച്ചറിവുണ്ടായി. അത് അദ്ദേഹത്തിന് ഈ ലോക സാഹിത്യമായിട്ടുള്ള പരിചയം, ലോകത്തെ പുതിയ സാഹിത്യ പ്രവണതകളെക്കുറിച്ചുള്ള ധാരണകൾ, വിദേശ ആനുകാലികങ്ങൾ, ന്യൂയോർക്കർ അതുപോലെയൊക്കെയുള്ള ആനുകാലികങ്ങളൊക്കെ അക്കാലത്ത് വായിക്കുന്നതിൻ്റെ ചില വെളിച്ചങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സവിശേഷതകൾ കൊണ്ട് ലഭിച്ചതാകണം.